Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ABC അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? അഡ്വാൻറ്റേജസ് വരെ പറഞ്ഞില്ലേ? A ഐറ്റം, B ഐറ്റം, C ഐറ്റം അഡ്വാൻറ്റേജസ് വരെ പറഞ്ഞല്ലോ. പറഞ്ഞോ? യെസ്. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കാണ് ഇതിന്റെ ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറിന്റെ ജോബ് ഡ്യൂട്ടീസ്, ജോബ് സമ്മറി ആണ് പറയുന്നത് കേട്ടോ. Keep receipts, records and withdrawals of the stock room. Keep receipts, records and withdrawals of the stock room. എന്താണ് സ്റ്റോക്ക് റൂംസുമായി ബന്ധപ്പെട്ടുള്ള റെസീപ്റ്റ്സുകളും റെക്കോർഡ്സുകളും വിത്ഡ്രോവൽസ് ഒക്കെ കൈകാര്യം ചെയ്തിട്ട് കീപ്പ് ചെയ്യുന്നത് സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, കീപ് റെസീപ്റ്റ്സ്, റെക്കോർഡ്സ് ആൻഡ് വിത്ഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം. Then receive, unload and shelf supplies. Receive, unload and shelf supplies. എന്താണ് സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത്, മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന സമയത്ത് അത് റിസീവ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഷെൽഫ് സപ്ലൈസിലൊക്കെ അത് കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്യുന്നതൊക്കെ സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഷെൽഫ് സപ്ലൈസിലേക്ക് കൃത്യമായിട്ട് വെക്കുന്നതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. Then do other stock related duties. പേജ് നമ്പർ 119. നിങ്ങളുടെ വേറെ ആയിരിക്കും ചിലപ്പോ. ഓക്കെ, ആ 102 ആണ് കേട്ടോ. Next, do other stock related duties that includes returning, packing, pricing and labeling supplies. ഇനി മറ്റതർ റിലേറ്റഡ് ഡ്യൂട്ടീസ്, സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ് അദ്ദേഹത്തിന് വരുന്നത് എന്തൊക്കെയാണ്? ആ റിട്ടേൺ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെറ്റീരിയൽസിന്റെ പാക്കിങ്സുമായി ബന്ധപ്പെട്ടത്, പ്രൈസിങ്, ലേബലിംഗ് ആൻഡ് സർപ്രൈസസ്. ഏതെങ്കിലും മെറ്റീരിയൽസിൽ കൃത്യമായിട്ട് ലേബലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതൊക്കെ സ്റ്റോർ കീപ്പർ ആണ് അതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, യെസ്. പ്രൈസിംഗ് എന്ന് പറയുന്നത് അറിയാലോ, എന്തെങ്കിലും പ്രൊഡക്ട്സിന്റെ ഒക്കെ വില നിർണ്ണയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതും, അല്ലെങ്കിൽ അതിൽ ലേബൽസ് ഒക്കെ ഒട്ടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതും സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. യെസ്. Then analyze deliveries for damage or discrepancies and report those to accounting for reimbursements and record keeping. Analyze deliveries, അതായത് വരുന്ന ഡെലിവറീസ് ഒക്കെ തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക. സെക്കൻഡ്, വരുന്ന മെറ്റീരിയൽസ് ഡെലിവറിയിൽ കൊണ്ടുവരുന്ന പ്രൊഡക്ട്സിന്റെ ഡെലിവറിയിൽ എന്തെങ്കിലും തരം ഡാമേജസോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊരുത്തക്കേടുകൾ അല്ലെ, ഇപ്പൊ മിസ്മാച്ചിങ് ആയിട്ടൊക്കെ വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും. ദെൻ റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ടിങ് ഫോർ റിഫ്രഷ്മെന്റ്സ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്സ്. അപ്പൊ വരുന്ന മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡാമേജസോ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് അതിന്റെ റിഫ്രഷ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രഷ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചിട്ടുണ്ടോ ഇതിന് മുൻപ്? നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മെറ്റീരിയൽസിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടമായ തുക നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യും അല്ലെ, അത് തിരിച്ചു കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അതിന് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരുന്നതാണെങ്കിൽ, ഇപ്പൊ ഡാമേജ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്താണ്
അതിന്റെ പൈസ അല്ലെ, അതിന്റെ നഷ്ടമായിട്ടുള്ള തുക നമുക്ക് തിരികെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. നഷ്ടപരിഹാരം കൊടുക്കാന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നതും സ്റ്റോർ കീപ്പറാണ്. ഓക്കെ, then rotate stock and coordinate the disposal of surpluses. Rotate stock and coordinate the disposal of surpluses. എന്താണ് സർപ്ലസസ്? റൊട്ടേറ്റ് സ്റ്റോക്ക്. റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് പല പല സാധനങ്ങൾ വേർതിരിച്ച്, അതായത് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പല പല സാധനങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മാത്രമല്ല എന്താണ്? പല സാധനങ്ങളും ചിലപ്പോ എന്ത് സംഭവിക്കാം? ചില സമയത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പലതിനും ചിലപ്പോ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ എടുക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ താഴെ നിന്ന് പൊട്ടിപ്പോവാൻ സിറ്റുവേഷൻസ് ഒക്കെ വരാത്തത്. പല സാധനങ്ങളും ചിലപ്പോൾ ഒടിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ എന്താണ് പൊട്ടിപ്പോവാം. അപ്പൊ അത്തരം വസ്തുക്കളൊക്കെ എന്താണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അയാൾ സ്റ്റോർ കീപ്പറിൽ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാലും മറ്റു സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാലും അത് ഡിസ്പോസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും. അപ്പൊ അത്തരം ഡിസ്പോസിങ് പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതും അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും സ്റ്റോർ കീപ്പറാണ്. ഓക്കെ, yes. Then ensure adequate record keeping and manage all documentation to confirm proper stock levels and keep inventory control. Ensure adequate record keeping and manage all documentation to confirm proper stock levels and keep inventory control. എന്താണ് ഇവിടെ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയ ഒരു പോയിന്റ്. സ്റ്റോറിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ് അല്ലെ. എല്ലാ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് മാനേജ് ചെയ്തതും അതോടൊപ്പം തന്നെ എന്താണ്? കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവൽസ് ആൻഡ് കീപ് ഇൻവെന്ററി കൺട്രോൾ. കൃത്യമായിട്ട് സ്റ്റോക്ക് ലെവലുകൾ കൺഫേം ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ്? ഇൻവെന്ററി നല്ല രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി കൂടിയാണ് സ്റ്റോർ കീപ്പർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്റ്റോറുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് മാനേജ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്? പ്രോപ്പർ ആയിട്ട് സ്റ്റോക്ക് ലെവല് മെയിൻറ്റെയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്? ഇൻവെന്ററി കൺട്രോൾസ് അല്ലെങ്കിൽ ഇൻവെന്ററി നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസും മാനേജ് ചെയ്യുന്നതും സ്റ്റോർ കീപ്പറാണ്. ഓക്കെ, then coordinate the handling of freight, the movement of equipment and necessary minor repairs. Coordinate handling of freight. Freight എന്താണ്? Freight ചരക്ക് എന്ന് പറയില്ലേ നമ്മള്? ചരക്ക് എന്താണ്? അതായത് സ്റ്റോറിലേക്ക് വരുന്ന എല്ലാത്തരം ഐറ്റംസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണത് കോർഡിനേറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. വരുന്ന എല്ലാ മെറ്റീരിയൽസും അദ്ദേഹം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, സ്റ്റോറിലേക്ക് വരുന്ന എല്ലാത്തരം ഐറ്റംസ്, പ്രത്യേകിച്ച് ചരക്കുകൾ അല്ലെങ്കിൽ സപ്ലൈസസ് ഒക്കെ എന്താണ്? അദ്ദേഹം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്, ഹാൻഡിൽ ചെയ്യുന്നത്. Then the movement of equipments and necessary minor repairs. ഇവിടെ എന്താ പറയുന്നത്? മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും വിവിധ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്, എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നു? എത്തിച്ചു കൊടുക്കുന്നതായിട്ട് വരും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അതായത് സ്റ്റോറിലേക്ക് വരുന്ന ഓരോ മെറ്റീരിയൽസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്, മൂവ് ചെയ്യേണ്ട ഡ്യൂട്ടീസും സ്റ്റോർ കീപ്പറാണ് ചെയ്യുന്നത്. Then unnecessary minor repairs. എന്താണ് മൈനർ റിപ്പയറേഴ്സ് എന്ന് പറയുന്നത്? എന്തെങ്കിലും തരത്തിൽ റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. എക്യുപ്മെന്റ്സുമായോ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയറിംഗ് ഒക്കെ ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടീസും സ്റ്റോർ കീപ്പറാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. സ്റ്റോറിൽ എല്ലാത്തരം റെക്കോർഡ്സുകളും റെസീപ്റ്റ്സുകളും വിഡ്രോവൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ്. വരുന്ന എല്ലാ ഐറ്റംസും റിസീവ് ചെയ്യുന്നു, അൺലോഡ് ചെയ്യുന്നു, ഷെൽഫ് സപ്ലൈസിലെല്ലാം പ്ലേസ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്? മറ്റ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് അദ്ദേഹത്തിന് വരുന്നത് എന്തൊക്കെയാണ്? റിട്ടേണിംഗ് എന്താണ്? റിട്ടേണിംഗ്, പാക്കിംഗ്, പ്രൈസിംഗ് ആൻഡ് ലേബലിംഗ് സപ്ലൈസസ് എന്ന് പറയുന്നത് റിട്ടേണിംഗ്. എന്താണ് പറയുന്നത്? റിട്ടേണിംഗ് ചില മെറ്റീരിയൽസ് ചിലപ്പോൾ റിട്ടേൺ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ റിട്ടേൺ കൊടുക്കേണ്ട മെറ്റീരിയൽസ് ഒക്കെ എന്താണ്?
അതൊക്കെ അറേഞ്ച് ചെയ്ത് വേറൊരു സെക്ഷൻസിലേക്ക് മാറ്റുന്നു. ദെൻ ചില സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ലൂസ് ആയിട്ട് വരുന്ന പാക്കറ്റ്സുകൾ അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് പാക്കിംഗ് ചെയ്തിട്ട് ഷെൽഫ് സപ്ലൈസിലേക്ക് നമ്മളെ ഷെൽഫിലേക്കൊക്കെ മാറ്റി വെക്കേണ്ടത് ഡ്യൂട്ടീസും അദ്ദേഹം ചെയ്യുന്നത്. ദെൻ പ്രൈസിങ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് ചില മെറ്റീരിയൽസിനെ ലേബൽ ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ഇദ്ദേഹമാണ് ചെയ്യുന്നത്. പിന്നെന്താണ് അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ആൻഡ് ഡിസ്കവറീസ്. അതായത് ഏതെങ്കിലും വരുന്ന പ്രൊഡക്ട്സുകൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും പിന്നെന്താണ് അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ റെക്കോർഡ്സിലേക്കൊക്കെ രേഖപ്പെടുത്തുന്നത് സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്രൈസസ്. അതായത് പല സാധനങ്ങൾ വേർതിരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നു. മാത്രമല്ല എന്താണ് ഏതെങ്കിലും സാധനങ്ങൾ ഒടുങ്ങി പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതും ആരാണ് സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എല്ലാത്തരം റെക്കോർഡ്സുകൾ അല്ലെ സ്റ്റോറുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം ഡോക്യുമെന്റേഷൻസുകളും അതേപോലെ തന്നെ സ്റ്റോക്ക് ലെവൽസുകൾ കൺഫേം ചെയ്യുന്നതും ഇൻവെന്ററി ഒക്കെ നിയന്ത്രിക്കുന്നതിന്റെ ഡ്യൂട്ടീസും ആരുടേതാണ് സ്റ്റോർ കീപ്പറിന്റേതാണ്. മാത്രമല്ല മറ്റ് കോർഡിനേറ്റ് ഹാൻഡ്ലിംഗ് ഫ്രൈറ്റ് വരുന്ന എല്ലാ മെറ്റീരിയൽസുകളും കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയും ചില എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട വരുന്ന റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് നമ്മുടെ പിൽഫ്രേജസ് ആൻഡ് വേസ്റ്റേജസ് ഇൻ ഹോസ്പിറ്റൽസിൽ നടക്കുന്ന ചിലതരം മോഷണങ്ങളും വേസ്റ്റേജസും എങ്ങനെയാ വരുന്നത്. അതായത് കുറച്ച് മോഷണം ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഓവറായിട്ട് ചില മെറ്റീരിയൽസിൽ വേസ്റ്റും വരാറുണ്ട്. അതെങ്ങനെ എന്തൊക്കെ കാരണത്താലാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ പഠിച്ചിട്ടില്ലേ ഹോസ്പിറ്റലിൽ നഷ്ടം വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ നഷ്ടം വരാൻ കാരണമാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടല്ലോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മള് മൊഡ്യൂൾ 3 നോക്കാം. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ നഷ്ടവും വേസ്റ്റേജസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ് ലൈഫ് ആൻഡ് ഡെത്ത്. എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇവിടെ പറയുന്നത് എന്താണ് എമർജൻസി സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാലേ കൂടുതൽ ആൾക്കാരായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ, ഓവർഫ്ലോ ആയിരിക്കും. പേഷ്യൻസിന്റെ ആണെങ്കിലും ആളുകളുടെ ഒരു ഓവർഫ്ലോ ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോ ആ സമയത്ത് എന്ത് സംഭവിക്കാം? ഒരുപാട് ആളുകൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന സമയത്ത് വേസ്റ്റേജസും ഒരേപോലെ തന്നെ ഉണ്ടാവാം. അതേപോലെ തന്നെ എന്ത് സംഭവിക്കാം? മോഷണങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ അല്ലെ, പിൽഫ്രേജസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷൻസിൽ ഓവർലോഡ് ആയിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ചിലപ്പോൾ എന്താണ് ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കും, അതിൻ്റെതായിട്ടുള്ള വേസ്റ്റേജസ് വരാം. അതേപോലെ തന്നെ എന്താണ് ഒരുപാട് ആളുകൾ വന്നു പോകുന്നത് തന്നെയാണ് കൊണ്ട് തന്നെ ഒരു നിയന്ത്രണം ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മോഷണങ്ങളും തട്ടിപ്പുകളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഉറങ്ങിയാണോ നിങ്ങള്? ഹലോ, ഇവിടെ ഉണ്ട്. ഓക്കെ, അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. ഇവിടെ എന്താ പറയുന്നത്? എന്താണ് അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ്? നമ്മൾ ചില സാഹചര്യത്തിൽ ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് വരാണെങ്കിൽ നമ്മൾ ഇപ്പൊ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് നമ്മൾ അവർക്ക് പെട്ടെന്ന് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോ ആ ഒരു ധൃതിയുള്ള സിറ്റുവേഷൻസിൽ ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്താണ് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ അവിടെ നിന്ന് നിന്നൊക്കെ ഇപ്പൊ പേഷ്യൻസിന്റെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ കുറെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചെന്നിരിക്കാം. പക്ഷെ എന്താണ് ഒരു പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് അവിടെ അനാവശ്യമായിട്ട് ഉപയോഗിക്കും. അപ്പോഴും അവിടെ എന്ത് സംഭവിക്കാം? വേസ്റ്റേജ് വരാനായിട്ടുള്ള കാരണമാകും. ഒരാൾക്ക് ഉപയോഗിച്ചത് പിന്നെ നമുക്ക് എന്താണ് മറ്റൊരു പേഷ്യന്റ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽ എടുത്ത് ഉപയോഗിക്കേണ്ട ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കാം? ഹോസ്പിറ്റൽസിലെ വേസ്റ്റേജസ് ഉണ്ടാക്കാം. ഓക്കെ,
Then exposure of stock continuously to lower level personnel, not standardized activity. Exposure of stock continuously to lower level personnel, not standardized activity. എന്താ പറയുന്നത്? Exposure of stock continuously to lower level personnel. ആരാണ് lower level personnel എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ സ്റ്റാഫുകൾ ഉദ്ദേശിക്കും, ഹോസ്പിറ്റലിൽ ലോ ലെവലിലായിട്ടുള്ള പേഴ്സണൽസ് ഉണ്ടല്ലേ, ഹോസ്പിറ്റലിൽ ഏറ്റവും കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അവരുടെ വർക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കില്ല അവർക്ക് അവിടെ കൊടുക്കുന്നത്. അതായത് ഇപ്പൊ അറ്റൻഡൻസ് ആവാം, ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ആവാം, അവർക്കൊക്കെ കൊടുക്കുന്ന മെറ്റീരിയൽസ് നമുക്കൊരു അടുക്കും ചുറ്റില്ലാതൊക്കെ കൊടുക്കുകയും അങ്ങനെ ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോൾ അവര് തന്നെ എടുക്കാറുണ്ട്. അവര് തന്നെ എന്താണ് അത് മോഷ്ടിക്കാറുണ്ട് അല്ലെ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മെറ്റീരിയൽസ് മോഷ്ടിച്ചുകൊണ്ടുള്ള സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ? അവർക്കറിയാൻ കൃത്യമായിട്ട് അതിന്റെ പ്ലേസസ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ട് ചില മെറ്റീരിയൽസ് ഒക്കെ എന്താണ് അവരെന്ത് ചെയ്തിടാറുണ്ട്, അവരുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുകയും ചെയ്യും. അതിൽ തന്നെ എന്താണ് അവരത് അത്യാവശ്യത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോകാറും ചെയ്യാറുണ്ട്. ഓക്കെ, then too many autonomous units. Too many autonomous units. എന്താണ് ഓട്ടോണമസ് എന്ന് പറയുന്നത്? ഓട്ടോണമസ് യൂണിറ്റ്സ്, ഓട്ടോണമസ് കുറെ യൂണിറ്റ്സുകൾ അല്ലെ. അതായത് വളരെയധികം സ്വയംഭരണ യൂണിറ്റ്സുകൾ ഉണ്ടാകും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു മെയിൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടാവും അല്ലെ. ഒരു മെയിൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലായിട്ട് പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടാവും. ഒരു മെയിൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് പ്രവർത്തനങ്ങൾ വരുന്നതെങ്കിൽ എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അവർക്ക് മാത്രമുള്ള മെറ്റീരിയൽസ് നമുക്ക് കൊടുത്താൽ മതിയാവും അല്ലെ. അവിടെ വേറെ വേസ്റ്റേജസുകൾ വരുന്നില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന സമയത്ത്, അതായത് ഒരു യൂണിറ്റിന്റെ കീഴിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ വരുമ്പോൾ എന്ത് പറ്റാൻ സാധ്യതയുണ്ട്? നമുക്ക് സ്റ്റോക്ക് ഒന്നും അവിടെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതായത് ഒരുപാട് യൂണിറ്റ്സുകൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൺട്രോൾസുകൾ കൃത്യമായിട്ട് നടത്താം. അതായത് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അത് ചിലപ്പോൾ അത് നിയന്ത്രണ വിധേയമാകുന്ന രീതിയിലായിരിക്കും അവിടെ പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പൊ അതുമൂലം എന്ത് സംഭവിക്കാം? അവിടെ വേസ്റ്റേജസ് വരാനായിട്ട് കാരണമുണ്ട്. അതായത് ഒരു യൂണിറ്റിന്റെ കീഴിൽ പല പല യൂണിറ്റുകൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് കൊടുക്കുന്ന വഴി അവിടെ വേസ്റ്റേജസ് ഉണ്ടാകാനായിട്ട് കാരണമായേക്കാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഒരുപാട് യൂണിറ്റ്സ് വരുമ്പോൾ എല്ലാവർക്കും അവിടെ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. എല്ലാം ചിലപ്പോൾ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ എന്താണ് എല്ലാവർക്കും കൃത്യമായിട്ട് ചിലപ്പോൾ ഒരുപാട് യൂണിറ്റ് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയും അവിടെ എന്ത് സംഭവിക്കാം? വേസ്റ്റേജസുകൾ ഉണ്ടാകാനായിട്ട് കാരണമാകും. ഓക്കെ, then involvement of more debts in comprehensive administration. Debts എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണോ ഡെപ്സ് എന്നാണോ? ഡിപ്പാർട്ട്മെന്റ്സ് എന്നാക്കാം കേട്ടോ. അവിടെ മോർ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാക്കാം കേട്ടോ. ഡിപ്പാർട്ട്മെന്റ്സ്. Involvement of more departments in comprehensive administration. Involvement of more departments in comprehensive administration. എന്താണ് involvement of more departments എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ ഒരു ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ പോലെ വരുന്ന സാഹചര്യത്തില് എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനോട് ഇപ്പൊ ഒരു പേഷ്യൻസിനെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ചില സമയങ്ങൾ വരാറുണ്ട് അല്ലെ. അതായത് ഒരു പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചില സമയങ്ങളിൽ എന്താണ് ഒരു രോഗിയെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റാഫുകളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പൊ അവിടെയും എന്താണ്, അവിടെയും കുറെ ആൾക്കാർ വരണം. ആ ഒരു സമയത്ത് എന്താണ് സ്റ്റാഫുകളുടെ എണ്ണം ഓവർലോഡഡ് ആവുകയാണ് അല്ലെ. അപ്പോഴും അവിടെ എന്ത് സംഭവിക്കാം? എന്തെങ്കിലും തരത്തിൽ ഹോസ്പിറ്റൽസിൽ മോഷണങ്ങളോ വേസ്റ്റേജസോ ഉണ്ടാകാനായിട്ട് കാരണമാക്കാം. അതാണ് ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് ക്രിട്ടിക്കൽ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിന് കോർഡിനേഷൻസ് അവിടെ വരേണ്ടി വരും അല്ലെ. അപ്പൊ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ വരുന്നുണ്ട്. അത്തരം സാഹചര്യത്തില് നമ്മുടെ ഹോസ്പിറ്റലിലുള്ളവരെല്ലാം കള്ളന്മാരാണെന്നല്ല സൂചിപ്പിക്കുന്നത്. അങ്ങനെയും സാഹചര്യങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് പഠിക്കാനുള്ളത്. ഓക്കെ, പല CCTV ക്യാമറകളുടെ അടിസ്ഥാനത്തിൽ കുറെ വെരിഫിക്കേഷൻസിലൂടെയാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നത്. കാരണം പല ഹോസ്പിറ്റൽസിലും ഇത്തരം രീതിയിലുള്ള പ്രക്രിയകൾ നമ്മൾ കണ്ടെത്തുന്നത്.
ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ലാതെ ഹോസ്പിറ്റലിലുള്ളവരെല്ലാം കള്ളന്മാരാണെന്നല്ല. ഓക്കെ, ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട, അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. യെസ്, മനസ്സിലായോ ഒരു പോയിന്റ്? ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോടോ? നെക്സ്റ്റ്, നോ ജോബ് സ്പെസിഫിക്കേഷൻ. നോ ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ് നോ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇത് നമുക്ക് ഡിസാസ്റ്റർ സിറ്റുവേഷൻസുകളിൽ പറയാം, അല്ലെങ്കിൽ എന്താണ് ചില സമയത്ത് സ്റ്റാഫുകൾക്ക് നമുക്ക് ഏത് ജോലികൾ അവർ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ വീതിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഒരാൾ ചെയ്യേണ്ട ജോലി ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത്. അതായത് ആ ജോലി ചെയ്തോളാൻ പറയും, പക്ഷെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ചിലപ്പോൾ എന്താണ് ചില സ്റ്റാഫുകളോട് ചിലപ്പോൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റാതെ വരും. അത്തരം സാഹചര്യങ്ങൾ അവരത് എന്ത് ചെയ്യും? അവരോട് പറഞ്ഞ ഡ്യൂട്ടിയേക്കാൾ ചിലപ്പോൾ അവരവിടെ കാണുന്ന മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർലോഡഡ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവരത് മോഷ്ടിച്ചു കൊണ്ടുപോകാനും കാരണമായേക്കാം. അതായത് നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള രീതിയിൽ സ്ഥാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഡ്യൂട്ടീസ് മാത്രമേ കൈകാര്യം ചെയ്യൂ. അല്ലാത്ത പക്ഷം നമ്മൾ സ്പെസിഫൈ ചെയ്യാത്ത ജോബ് ഡ്യൂട്ടീസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ ചിലപ്പോൾ പലതരത്തിലുള്ള മോഷണങ്ങൾ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ചെയ്തതായിരിക്കും. ഓക്കെ, അതാണ് അതൊരു കാരണമായിട്ട് പറയുന്നത്. Okay. Then holding of large stock of materials for each unit. Holding of large stock of materials for each unit. Then holding of large stock of materials for each unit. എന്താ പറയുന്നത്? ഹോൾഡ് ചെയ്ത് വെക്കാണ്. എന്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാര്യമാണ് പറയുന്നത്? അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ആയിരിക്കില്ല ഞങ്ങളുടെ മെറ്റീരിയൽസ് ഇത്രയും തീർന്നു എന്ന് പറയുന്നത്. അതായത് ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വരും. അതായത് ഇപ്പൊ 10 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അവരൊരു 20 എണ്ണം വാങ്ങിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മറിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലിന് മറിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അവർ ഓവർ സ്റ്റോക്ക് ചെയ്ത് സാധനങ്ങൾ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, അതായത് എന്തെങ്കിലും കൈക്കൂലിക്കൊക്കെ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതും എന്തിന് കാരണമാണ്? ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള പ്രധാനമായിട്ടൊരു മോഷണത്തിന് കാരണം അത് തന്നെയാണ്. ആവശ്യത്തിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ തന്നെ എന്താണ് അവരുടെ മെറ്റീരിയൽസ് ഓവർലോഡഡ് ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഓരോ യൂണിറ്റ്സ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്താണ് ഹോസ്പിറ്റലിൽ ഒരുപാട് തരത്തില് നഷ്ടങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമായിരിക്കാം. ഓക്കെ, മനസ്സിലായ പോയിന്റ്? Then far too many visitors round the clock. Far too many visitors round the clock. Far too many visitors. അതായത് ഒരുപാട് വിസിറ്റേഴ്സ് വന്നാലും അതായത് നമ്മള് ഒരു വിസിറ്റേഴ്സിന് ഒരു കൃത്യമായ സമയം നിർണ്ണയിക്കുന്നില്ല. ആ സമയത്തിൽ കൂടുതൽ ചിലപ്പോ ഇതേപോലെ നമ്മുടെ എല്ലാം എമർജൻസി സിറ്റുവേഷൻസിലാണ് മിക്കതും ഇങ്ങനെ സംഭവിക്കാറ് അല്ലെ. അത്തരം സാഹചര്യത്തിൽ ഒരുപാട് സന്ദർശകർ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ആ സാഹചര്യത്തിൽ എന്താണ് ഹോസ്പിറ്റലിന് എന്തെങ്കിലും വസ്തുക്കള് നഷ്ടപ്പെടാറുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് വിസിറ്റേഴ്സ് കൂടുതലായിട്ട് അമിതമായിട്ട് സന്ദർശകർ അനുവദിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിന് വിവിധ തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും. ഓക്കെ, then no proper check on staff when they leave duty. No proper check on staff when they leave duty. ആരെയാണ് നമ്മൾ പ്രോപ്പർ ചെക്ക് ചെയ്യാതെ വിടുന്നത്? ആരെയാണ് പ്രോപ്പർ ചെക്ക് ചെയ്ത് വിടേണ്ടത്? നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡ്യൂട്ടിന്ന് ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണ്? പിള്ളേരെ? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണ്? മോഷ്ടിച്ചിട്ടുണ്ടോന്ന് അറിയാം അല്ലെ, എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ ചെക്ക് ചെയ്ത് വിടണമെന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല ഇവിടെ. അതായത് നോ പ്രോപ്പർ ചെക്ക്, അതായത് പ്രോപ്പർ ആയിട്ട് സ്റ്റാഫുകൾ നമ്മൾ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് എന്താണ് അവർ പലതരത്തിലുള്ള വസ്തുക്കൾ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, യെസ്.
Then actual shortage in market. Actual shortage in market. എന്താണ് ആക്ച്വൽ ഷോർട്ടേജ് എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റോക്ക് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റോക്സിൽ എന്തെങ്കിലും തരത്തിൽ ഷോർട്ടേജസ് വന്നു കഴിഞ്ഞാൽ അല്ലെ, ഓരോ നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ ABC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാറ്റഗറീസ് ഒക്കെ പഠിച്ചു. അതിലൊക്കെ ഏതെങ്കിലും ഐറ്റംസിന് ഒരു ഷോർട്ടേജ് വരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏതോ മെറ്റീരിയൽസ് ആരോ മറിച്ചിട്ടുണ്ട് അല്ലെ, ആരോ സ്റ്റാഫുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അത് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹോസ്പിറ്റലിന്റെ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ആ ഒരു റെക്കോർഡ്സിൽ എന്താണ് ഇത്ര മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തെന്ന് കൃത്യമായിട്ടുണ്ടായിരിക്കാം. നമ്മൾ ആ പറഞ്ഞ സ്റ്റോക്ക് കൃത്യമായിട്ട് അതിലില്ലെങ്കിൽ, അതിൽ ഷോർട്ടേജ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അതില് എന്തെങ്കിലും തരത്തിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ആരോ വസ്തുക്കള് മോഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അത്രയല്ലേ മനസ്സിലാക്കാനുള്ളൂ. കാരണം എന്താണ്? ആരോ അത് മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, യെസ്. Then poor material management and audit system. Poor material management and audit system. അതായത് മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്താണ് അവിടെ വേസ്റ്റേജസ് ഉണ്ടാവാനുള്ള സാധനങ്ങൾ കുന്നുകൂടി കിടക്കാനുള്ള കാരണമാകുന്നത്. അതേപോലെ തന്നെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് സിസ്റ്റം ഇല്ലെങ്കിലും ഏതൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ നഷ്ടമായി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പൂർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ആ ഒരു സിസ്റ്റം തന്നെ നമ്മൾ പഠിച്ച സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പ്രോപ്പർ ആയിട്ട് അത് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. Then too many hospital staff remaining in the same compound. Too many hospital staff remaining in the same compound. എന്താണ് ഇവിടെ പറയുന്നത്? Too many hospital staff remaining in the same compound. അതായത് ഒരു കോമ്പൗണ്ടിൽ തന്നെ എന്താണ് ഒരുപാട് സ്റ്റാഫുകളും കൂടിക്കഴിഞ്ഞാൽ അല്ലെ, ഒന്നിൽ കൂടുതൽ സ്റ്റാഫുകൾ ഒരു കോമ്പൗണ്ടിൽ കൂടിക്കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കാം? എന്തെങ്കിലും തരത്തില് മെറ്റീരിയൽസുകൾ മോഷണം പോകാനുള്ള കാരണമാണ്. ഓക്കെ, യെസ്. എല്ലാവരും ചെയ്യുന്നതായിരിക്കില്ല പറയാം. ഒരാൾ മതി ഒരു 15 പേരുണ്ടെങ്കിൽ ആ 15-ആമനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങൾ സ്റ്റാഫുകൾ കൂടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. മിക്കതും എമർജൻസി സിറ്റുവേഷൻസിലാണ് ഇങ്ങനെ ഇത്തരം മോഷണമൊക്കെ സംഭവിക്കുന്നത്. Then inadequate workforce to document expenditure and revenue accurately. Inadequate workforce to document expenditure and revenue accurately. എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്? വരവ് ചെലവ് കണക്കുകള് കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത സ്റ്റാഫുകളുടെ അഭാവം അല്ലെ, അത് സ്റ്റാഫിന്റെ അഭാവം തന്നെ. അതായത് മെറ്റീരിയൽസിൽ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകള് കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യാത്തത്? അവർ തന്നെയായിരിക്കാം പല വസ്തുക്കളും മറിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെന്താണ് ആവശ്യത്തിൽ കൂടുതൽ അവിടെ ചെലവ് വരുന്നത്? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ചിലപ്പോൾ എന്താണ് ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഷോർട്ടേജസ് ഒക്കെ വരുന്നത്. ഇത്തരം ക്രമക്കേടുകളെല്ലാം തന്നെ എന്താണ് ഈ ഡോക്യുമെന്റ്സിൽ നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്തും. അപ്പൊ അത്തരം രീതിയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അല്ലെ, അതായത് കാരണം കൃത്യമായിട്ട് അവിടെ പലതും മോഷണം പോയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം. ഓക്കെ, സ്റ്റാഫുകൾ കൃത്യമായിട്ട് അവരുടെ അഭാവം മൂലമാണ് ഇത്തരത്തില് പല രീതിയിലുള്ള ക്രമക്കേടുകൾ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? പിൽഫ്രേജസ് ആൻഡ് വേസ്റ്റേജസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രധാന മോഷണങ്ങളും വേസ്റ്റേജസ് വരാനുള്ള കുറച്ച് കാരണങ്ങളാണ്. ഒന്ന്, ഇതെല്ലാം തന്നെ എന്താണ് മിക്കതും എമർജൻസി സിറ്റുവേഷൻസിലാണ് ഇത്തരം, അതായത് ഒരുപാട് പേഷ്യൻസ് വരുന്ന സമയത്ത് ഒരുപാട് എന്താണ് വേസ്റ്റേജസ് വരാൻ മോഷണം ഉണ്ടാവാറുണ്ട്. പിന്നെന്താണ് ഒരു പേഷ്യൻസിന് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്ന സമയത്തും അവിടെയും എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് മോഷണം പോകാം. പിന്നെന്താണ് പറയുന്നത്? ഒരുപാട് യൂണിറ്റ്സിന്റെ കീഴിൽ പല പല യൂണിറ്റുകൾ വരുന്ന സമയത്ത് അവിടെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലും വേസ്റ്റേജസും ഫിൽട്രേജസും ഉണ്ടാവാനുണ്ട്. പിന്നെ ഓരോരുത്തർക്കും കൃത്യമായിട്ട് അവരുടെ ജോബ് കൃത്യമായിട്ട് കൊടുക്കാത്ത പക്ഷം എന്താണ് അവർ ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസുകൾ കടത്തി കൊണ്ടുപോകാനായിട്ടുള്ള കാരണമാണ്. പിന്നെന്താ ഓരോ യൂണിറ്റ്സും ആവശ്യത്തിലധികം ലാർജ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മൂലം ഹോസ്പിറ്റലിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പിന്നെ വിസിറ്റേഴ്സ് ഒരുപാട് സന്ദർശകർ ഹോസ്പിറ്റൽ അനുവദിക്കുന്നത് മൂലം ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്റ്റാഫുകളും ഡ്യൂട്ടിയിൽ ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് അവരെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാതിരുന്നാൽ അവർ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും.
പിന്നെ നടക്കുന്ന എന്താണ് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ഷോർട്ടേജ് വരാൻ കാരണം പിൽഫ്രേജസ് ഉണ്ടായത് കൊണ്ടാണ്. ഏതെങ്കിലും മെറ്റീരിയൽസുകൾ അവരെ നീക്കം ചെയ്തത് കൊണ്ട് തന്നെയാണ് ഷോർട്ടേജസ് സ്റ്റോർ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റം, നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല, അതേപോലെ തന്നെ മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല, ഓയിൽ സിസ്റ്റം കൃത്യമായിട്ട് രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ അവിടെ സംഭവിക്കാം. പിന്നെ ഒരുപാട് സ്റ്റാഫുകൾ ഒരേ സെയിം കോമ്പൗണ്ടിൽ ഒത്തുകൂടുന്ന സമയത്തും അവിടെ മോഷണങ്ങൾ സംഭവിക്കാം. പിന്നെന്താണ് ഇന്നാഡിക്കേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആക്യുറേറ്റ്ലി. അതായത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത സ്റ്റാഫുകളുടെ അഭാവം മൂലവും പലതരത്തിലുള്ള മോഷണവും വേസ്റ്റേജസും സംഭവിക്കാനായിട്ട് ഹോസ്പിറ്റലിന്റെ കാരണമാണ്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റില് ഐറ്റംസ് ഇൻവോൾവഡ് ഇൻ പിൽഫ്രേജസ് ആണോ? ഐറ്റംസ് എന്നാക്കാട്ടോ ഇവിടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? ഐറ്റംസ് എന്നാക്കാട്ടോ. ഐറ്റംസ് ഇൻവോൾവഡ് ഇൻ പിൽഫ്രേജസ്. ഏതൊക്കെ തരം മെറ്റീരിയൽസ്, ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും തട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? ഓക്കെ, ഐറ്റംസ് ഇൻവോൾവഡ് ഇൻ പിൽഫ്രേജസ്. ഏതൊക്കെയായിരിക്കും മോഷ്ടിച്ചു പോകുന്ന പ്രധാന വസ്തുക്കൾ എന്ന് പറയുമ്പോ ഏതൊക്കെയാണ് നോക്കിയേ? ഡ്രഗ്സ് അല്ലെ, ഡ്രഗ്സുകള്, ഫുഡ് മെറ്റീരിയൽസുകള്, ലിനൻസ് അല്ലെ. ലിനൻ എന്താണ്? പേഷ്യൻസിന്റെ ക്ലോത്തിങ് അല്ലെ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മാത്രമല്ല ബാക്കി ഹോസ്പിറ്റൽസ് വരുന്ന എല്ലാ മെറ്റീരിയൽസിൽ നിന്ന് മോഷണം പോയേക്കാം അല്ലെ. ബെഡ് കവർ, ബെഡ്ഷീറ്റ്സ് മുതലായിട്ടുള്ള കാര്യങ്ങള്. മെറ്റീരിയൽ വേസ്റ്റ് സച്ചാസ്, മെറ്റീരിയൽ വേസ്റ്റ് എന്നാണോ എടുക്കുന്നത്? മെറ്റീരിയൽ വെയർ, യൂട്ടൻസിൽസ്. മെറ്റീരിയൽ വെയർ എന്ന് പറയുമ്പോൾ യൂട്ടൻസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ബോക്സസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമല്ല സ്റ്റഫുകൾക്ക്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് എനിക്ക് പോകുന്നത്, മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കുറെ മെറ്റീരിയൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണെന്ന്? ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസ്, ലിനൻസ്, മെറ്റീരിയൽ വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്, ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, മനസ്സിലായി? ഏതൊക്കെ ഐറ്റംസ് ആണെന്ന്? ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പറഞ്ഞാൽ ഇതെല്ലാം. ഇതിനപ്പുറം സാധനങ്ങൾ കൊണ്ടുപോകാൻ എക്യുപ്മെന്റ്സ് വരെ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവാറുണ്ട്. ഓക്കെ, ലിനൻസ്, തുണിത്തരങ്ങള്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ കേട്ടോ. കോട്ടൺ മെറ്റീരിയൽസ് ഇല്ലേ? ബെഡ്ഷീറ്റ്, ബെഡ് കവർ, ടേബിൾ ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്, കർട്ടൻസ് ഒക്കെ. നമ്മൾ അടുത്ത ചാപ്റ്റർ അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, യൂട്ടൻസിൽസ് അറിയാലോ, എന്താണ്? നമ്മുടെ പാത്രങ്ങൾ അല്ലെ. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് പിൽഫ്രേജസ് ആവുന്ന മെറ്റീരിയൽസുകൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി സെലക്ഷൻ ഓഫ് പിൽഫ്രേജ്, സോറി സെലക്ഷൻ അല്ല, ഡിറ്റക്ഷൻ ഓഫ് പിൽഫ്രേജ് എന്നാണ് കേട്ടോ. ഡിറ്റക്ഷൻ, നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? മോഷണം നടന്നു എന്നെങ്ങനെ കണ്ടുപിടിക്കാം? ഡിറ്റക്ഷൻ ഓഫ് പിൽഫ്രേജസ്. ഡിറ്റക്ഷൻ, ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞതാണ് കണ്ടെത്തുക. ഡിറ്റക്ഷൻ ഓഫ് പിൽഫ്രേജ്. ഓക്കെ, ഡിറ്റക്ഷൻ നോക്കാട്ടെ. സെലക്ഷന് വെട്ടിയത് അവിടെ ഡിറ്റക്ഷൻ നോക്കാം. Any abrupt rise in routine needs or demand, any unreasonable expenditure of any section when compared previously periods. ഇതെങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? ഇനി abrupt rise in routine needs or demand എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മെറ്റീരിയൽസ് മാനേജർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അവര് ചോദിക്കും, സാധാരണ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങൾ പറയാണ്, അല്ലെങ്കിൽ ഇത്രയും ഡിമാൻഡ്, ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങളാണ്, ഇത്ര സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പൊ അതെന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം സാധനങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമില്ല. ഇത്ര സ്റ്റോക്ക്, 20 സ്റ്റോക്ക് വേണ്ടുള്ളൂ, പക്ഷെ 30 സ്റ്റോക്ക്, 10 സ്റ്റോക്ക് ഒരു എക്സ്ട്രാ ചോദിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ അതായത് റുട്ടീനിലും കഥ അവർക്ക് നോർമൽ കൊടുക്കുന്ന മെറ്റീരിയൽസിനേക്കാൾ കൂടുതൽ അവർക്ക് വേണോ എന്ന് പറയുന്ന സമയത്ത് എന്ത് മനസ്സിലാക്കണം? എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്ത് മനസ്സിലാക്കണം?
അവർക്കത് എന്തെങ്കിലും തരത്തിൽ മറിച്ചു വിൽക്കാനോ വിൽഫ്രേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം നമ്പർ കൂട്ടി പറയുന്നത് കൃത്യമായിട്ട് മാനേജർക്ക് മനസ്സിലാവണം. ഓക്കെ, അങ്ങനെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, യെസ്. അതായത് നോർമൽ എമൗണ്ടിൽ നിന്ന് കൂടുതലായിട്ട് എമൗണ്ട് അവർ ചോദിക്കാനില്ല, അവർക്ക് കുറെ കൂടി ആവശ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്ര സാധനങ്ങൾ വേണ്ടി വരുന്നില്ല, അപ്പോ അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കണം. ഓക്കെ, പിന്നെ any unreasonable expenditure of any section when compared to previous periods. എന്താ പറയുന്നത്? any unreasonable expenditure of any section when compared to previous period. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽസ് മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അൺറീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ, അൺറീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണമില്ലാത്ത രീതിയിൽ ചെലവ് വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് പ്രീവിയസ് പീരീഡ് എടുത്ത് നോക്കുമ്പോൾ എന്താണ്, അതായത് കഴിഞ്ഞ സമയങ്ങൾ പീരീഡ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്ന ഡിപ്പാർട്ട്മെന്റ്സിൽ ഇത്ര കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ പ്രീവിയസ് പീരീഡിനേക്കാൾ കൂടുതലായിട്ട് എന്തൊക്കെയോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തിനുള്ള കാരണമായിട്ട് മനസ്സിലാക്കണം? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കാൻ വേണ്ടിയാണെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, മനസ്സിലായോ? അതായത് നോർമലി പ്രീവിയസ് പീരീഡിൽ അവർക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ കൊടുത്തു നമുക്ക് റെക്കോർഡ്സ് നോക്കി അറിയാൻ പറ്റും അല്ലെ? അപ്പൊ പ്രീവിയസ് പീരീഡിനേക്കാൾ കൂടുതൽ, അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഈ ഡിപ്പാർട്ട്മെന്റ്സിന് എത്ര ആവശ്യകതകൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റും അല്ലെ? പക്ഷെ അതിൽ കൂടുതൽ അവർ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ അവിടെ ചെലവുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, ക്രമക്കേടുകൾ അവർ കാണിക്കുന്നുണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റാം. ഓക്കെ, അപ്പൊ ഡിറ്റക്ട് ചെയ്യാണ് രണ്ട് പ്രധാനപ്പെട്ട പ്രിഫറേജസ് ഡിറ്റക്ട് ചെയ്യാണ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, പെട്ടെന്ന് അവർ ഡിമാൻഡിൽ കൂടുതൽ ആവശ്യപ്പെടുന്ന സമയത്തും അതേപോലെ തന്നെ പ്രീവിയസ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് അവരതല്ല, കൂടുതൽ ചെലവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രിഫറേജസിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് അതിനെ കണ്ടെത്താം. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ്, ഏരിയാസ് ഓഫ് പിൽഫ്രേജസ്. ഏതൊക്കെ ഏരിയാസിൽ നിന്നുമാണ് മോഷണങ്ങൾ ഉണ്ടാകുന്നത്? ഏതൊക്കെയാണ്? ഒന്ന്, കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്ക്ഡ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർസ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്. ഇതൊക്കെ റിയൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. റോ മെറ്റീരിയൽസ്, കിച്ചൺ റോ മെറ്റീരിയൽസ് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്സ് നഷ്ടപ്പെടാം. അതേപോലെ തന്നെ എന്താണ് ഫുഡ് മെറ്റീരിയൽസ്, അതായത് വാർഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് എന്താണ് എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോ ഇപ്പൊ നമ്മൾ എന്താ പറയാ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാല് പാല് ചിലപ്പോ സ്റ്റാഫ് കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൽസിന് ഏതെങ്കിലും തരത്തിലൊരു ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്ത് ചെയ്യുന്നുണ്ടോ പറഞ്ഞ കേട്ടോ. അപ്പൊ കിച്ചണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും എന്തുണ്ട്, പ്രധാനമായിട്ടും മോഷണം നടക്കുന്ന പ്രധാനപ്പെട്ട ഏരിയയാണ് കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. എസ്പെഷ്യലി ക്യാൻറ്റീൻസ്. ഓക്കെ, പിന്നെ ഡ്രഗ് സ്റ്റോർസിൽ നിന്ന് പോവാറുണ്ട്. ഡ്രഗ് സ്റ്റോർസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കാഷ്വാലിറ്റി എമർജൻസി സർവീസിൽ നിന്നൊക്കെ എന്താണ് മെഡിക്കേഷൻസ് ഒക്കെ തട്ടിക്കൊണ്ട് പോവാറുണ്ട്. കേരളത്തില് തട്ടിക്കൊണ്ട് പോകുന്നില്ല, അതൊക്കെ മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ്സ്, ക്രിട്ടിക്കൽ ഏരിയാസ് എന്നൊക്കെ, അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ് എന്ന് കുട്ടികളെ ന്യൂ ബോൺ ബേബീസ്, നമ്മള് ഡിസാസ്റ്റർ പഠിച്ചില്ല, ന്യൂ ബോൺ ബേബീസിനെയൊക്കെ നമ്മുടെ ബാഗിൽ അല്ലെ ടഫൽ ബാഗ്സിലൊക്കെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ തുണിയുടെ ഇടയിലൊക്കെ ആയിട്ട് മറിച്ച് കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ പിൽഫ്രൈസിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതേപോലെ തന്നെ ലേബർ റൂമിൽ നിന്ന്, ICCUന്ന്, മോർച്ചറിയിൽ നിന്ന്, കാർഡിയോതൊറാക്കിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സുകള്, ആക്സിഡന്റ് യൂണിറ്റ്സ്, പീഡിയാട്രിക് യൂണിറ്റ്സ്, OT, അവിടെ നിന്നൊക്കെ എന്തൊക്കെ കട്ടു പോകാറുണ്ട്? ജനറൽ ഐറ്റംസ് ആയിട്ടുള്ള ബ്ലേഡ്, ഡ്രഗ്സ്, ഗ്ലൗസ് മുതലായിട്ടുള്ള സാധനങ്ങൾ തട്ടിക്കൊണ്ടു പോകാറുണ്ട്. പിന്നെ എന്താണ് വാർഡ് ആൻഡ് സെക്ഷൻസ്, വാർഡിൽ നിന്നൊക്കെ ഹോസ്പിറ്റൽ വാർഡ്സിൽ നിന്നും മറ്റ് സെക്ഷൻസിൽ നിന്നൊക്കെ എന്തൊക്കെ തട്ടിക്കൊണ്ടു പോവാം? ലിനൻസ്, തുണിത്തരങ്ങള്, സോപ്പ്, ടോർച്ച്, വർക്ക്ഷോപ്സ് ആൻഡ് മെയിൻ്റനൻസ് വിങ്ങില്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് എക്യുപ്മെന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എന്തൊക്കെ പോകാറുണ്ട്? ക്യാഷ് കട്ടുകൊണ്ട് പോകാറുണ്ട്, മെറ്റീരിയൽസ് കൊണ്ടുപോകാറുണ്ട്.
ആംബുലൻസ് സർവീസസിലാണ് പെട്രോൾസും ഓയിലും ജനറൽ സ്റ്റോഴ്സിനൊക്കെ എന്താണ് പലതരത്തിലുള്ള മെറ്റീരിയൽസുകൾ മോഷണം പോകാറുണ്ട്. ഓക്കെ, പെട്രോളും ഓയിലും വരെ ഊറ്റിയെടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഡ്രഗ് സ്റ്റോഴ്സ് ബാക്കിയുള്ള ഏരിയാസ് ഏതൊക്കെയാണ് അതൊന്നും നോക്കി വെച്ചാൽ മതി കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഏതൊക്കെ ഏരിയാസിൽ എന്തൊക്കെയാണ് മോഷണം പോകുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് കുറെ നേരം ഹോസ്പിറ്റൽ അത് ഇതൊക്കെ നഷ്ടപ്പെടുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇതിനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ മോഷണമൊക്കെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. A thorough study of the system and identification of loopholes, improve the monitoring system, standardization of needs of various departments and wards, increase the number of security personnel, round-the-clock handling of costly drugs by senior officials, supply of costly drugs on special intents only, surprise verification and routine audit. എന്താണ് ഫസ്റ്റ് റെമഡി? എന്താണ് ഈ മോഷണങ്ങളും വേസ്റ്റേജസ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കുറച്ച് റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റഡി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂഫോൾസ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട്, അതായത് എല്ലാത്തരം ലൂഫോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ പഴുതുകൾ അടച്ചുകൊണ്ട് തന്നെ നമ്മൾ വിശകലനം ചെയ്യുന്നതാണ്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഒരു തരത്തിലും ആരെയും ഒരു തരത്തിലുള്ള ലൂഫോൾസ് ഉദ്ദേശിക്കുക പഴുതുകൾ അടയ്ക്കാന്ന് പറയില്ല നമ്മള്. യാതൊരു മാർഗത്തിലും അവർക്ക് ഒന്നും കട്ടെടുത്ത് കൊണ്ടുപോകാനായിട്ടൊരു അവസരം കൊടുക്കാതായിരിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റ്സിലെ കംപ്ലീറ്റ് കാര്യങ്ങള് ഒരു കൺട്രോളിലായിരിക്കണം കൊണ്ടുപോകുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ എന്താണ്, ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഹോസ്പിറ്റലിൽ നടക്കില്ല. ഓക്കെ, യെസ്, അതായത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസുകളെ കൃത്യമായിട്ട് എണ്ണം കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ ആവശ്യകത ഉണ്ടെന്ന് വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്, 10 എണ്ണം ചോദിച്ചാൽ 10 എണ്ണം ചോദിച്ചതിന്റെ ആവശ്യകത എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് വേണം അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കാനായിട്ട്. അപ്പൊ എന്താണ്, മറ്റു തരത്തിൽ ഒരു ക്രമക്കേടുകൾ അവിടെ വരില്ല. ഓക്കെ, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. എന്താണ്, മെറ്റീരിയൽസ് മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം കാര്യങ്ങളും പ്രത്യേകിച്ച് മെറ്റീരിയൽസും സ്റ്റോക്കും ഇൻവെന്ററി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം, അതായത് മോണിറ്ററിംഗ് സിസ്റ്റം ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്ത് ഇതിൽ കർശനമാക്കുക. നല്ല ഇൻസ്ട്രക്ഷൻസും പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾസ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടി അതിനെ എഫിഷ്യന്റ് ആക്കി മാറ്റുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലും മോഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, then standardization of needs of various departments and wards. Standardization of needs of various departments and wards. എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നീഡ്സ് അനുസരിച്ചിട്ട്, വാർഡാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസുകൾ മാത്രം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം അവർക്ക് കൊടുത്താൽ മതി. എത്രത്തോളം അവർക്ക് ആവശ്യമുണ്ട് അത് കൂടുതലായിട്ട് കൊടുക്കരുത്. നീഡ്സിനനുസരിച്ചുള്ള മാത്രം പ്രൊഡക്ട്സുകൾ വിതരണം ചെയ്യുക. ഓക്കെ, then increase the number of security personnel. കൃത്യമായിട്ട് ഓരോ ഏരിയാസിലും എന്തിനു നിലനിർത്തണം? സെക്യൂരിറ്റി പേഴ്സണൽ, സെക്യൂരിറ്റി സ്റ്റാഫുകളെ നിലനിർത്തേണ്ടതാണ്. അതായത് നിലവിലുള്ള എണ്ണത്തേക്കാൾ കൂടുതൽ എണ്ണം സ്റ്റാഫുകൾ, സെക്യൂരിറ്റി സ്റ്റാഫുകളെ നമ്മൾ എടുക്കണം. ഓക്കെ, എല്ലാ ഏരിയാസിലും സ്റ്റോറേജ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഏരിയാസിലും സെക്യൂരിറ്റി സ്റ്റാഫുകളെ നിർത്തേണ്ടതാണ്. Round the clock handling of costly drugs by senior officials. Around the clock handling of costly drugs by senior officials. Costly drugs നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പഠിച്ചത്? കോസ്റ്റ്ലി ഡ്രഗ്സ് ABC. ഇതിൽ ഏതാണ് കോസ്റ്റ്ലി ഡ്രഗ്സ്? A അല്ലെ? അപ്പൊ ABC അനാലിസിസിലെ A എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ്. അത് കൈകാര്യം ചെയ്യാനായിട്ട് ആരെ ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത്? സീനിയർ ഒഫീഷ്യൽസിനെ ആയിരിക്കണം അല്ലെ? അപ്പൊ സീനിയർ ഒഫീഷ്യൽസ് ആയിരിക്കണം കോസ്റ്റ്ലി ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സീനിയർ ഒഫീഷ്യൽസിന്റെ നിയന്ത്രണത്തിലായിരിക്കുള്ളൂ എന്ത് ഐറ്റംസ് കംപ്ലീറ്റ്ലി വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ആർക്കും എന്താണ് ഒന്നും തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ,
മനസ്സിലായല്ലോ? സി ഐറ്റംസ് എ ഐറ്റംസ് എല്ലാം തന്നെ കോസ്റ്റ് ഐറ്റംസ് എല്ലാം തന്നെ സീനിയർ ഒഫീഷ്യൽസിന്റെ ഹാൻഡ്ലിങ്ങിനായിട്ട് അത് കൊടുക്കണം. അവരായിരിക്കും അത് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. Then supply of costly drugs on special intents only. Supply of costly drugs on special intents only. എന്താണ് ഈ കോസ്റ്റ്ലി ഡ്രഗ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന ഉണ്ടെങ്കിൽ മാത്രം, അതായത് അതിന്റെ റിക്വസിഷൻ അത് എന്തുകൊണ്ടാണ് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോസ്റ്റ്ലി ഡ്രഗുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, എന്താണ് നമ്മളത് അന്വേഷിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അവരത് പറിച്ചു വിൽക്കുന്നത് അല്ലെ. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള കാരണം അറിഞ്ഞുകൊണ്ട് മാത്രം, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ, ഒന്നില്ലെങ്കിൽ സീനിയർ ഒഫീഷ്യൽസിന്റെ അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം സ്പെഷ്യൽ ഇന്റൻസ് പ്രകാരം നമ്മൾ കോസ്റ്റൽ ഡ്രഗ്സുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് സർപ്രൈസ് ആയിട്ട് വെരിഫൈ ചെയ്യാം. മാത്രമല്ല റുട്ടീൻ ആയിട്ട് ഒരു ഓഡിറ്റും കൃത്യമായിട്ട് നടത്തേണ്ടത്. അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ടൈമിലായിരിക്കണം വെരിഫിക്കേഷൻ ചെയ്ത്. ആ ഒരു സമയത്ത് മാത്രം നമുക്ക് എന്തെങ്കിലും അവിടെ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ സർപ്രൈസ് വിസിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല കൃത്യമായിട്ട് ഒരു റുട്ടീൻ ഓഡിറ്റ്സ് കൂടി ഡിപ്പാർട്ട്മെന്റ്സിൽ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മള് ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഫിൽട്രേജസ് തടയാനായിട്ട് ഇത്തരം റെമഡിയൽ മെഷേഴ്സ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഓക്കെ, ഒന്ന് എന്താണ് ചെയ്യേണ്ടത്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ സിസ്റ്റം എന്താണെന്ന് അനലൈസ് ചെയ്തതിനു ശേഷം എല്ലാത്തരം ക്രമക്കേടുകളും അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാത്തരം പഴുതുകൾ അടച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അവിടെ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യുക അല്ലെ, ഫിൽട്രേജസ് തടയാൻ നോക്കുന്ന ആ ഒരു മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം നല്ല രീതിയിൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. പിന്നെന്താണ്, ഇപ്പോ ഇംപ്രൂവ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരാളെ പിടിച്ചു എന്ന് വിചാരിക്കാം, ഒരു സ്റ്റാഫ് എന്തെങ്കിലും ഒരു സാധനം കട്ടു അല്ലെ, ആളെ പിടിച്ചു കഴിയുമ്പോൾ എന്താണ് മറ്റു സ്റ്റാഫുകൾക്ക് എന്ത് തോന്നും, പിന്നീട് ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുമോ? ഒരാളെ പിടിച്ച് ആളെ എന്തെങ്കിലും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പുറത്താക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് അതിലൊരു പേടി ഉണ്ടാവും അല്ലെ, ഇതിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇതില് ഞാൻ ഇതുപോലെ പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള സാധ്യത എന്നവർക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ അവിടെ നിന്ന് പുറത്താക്കുന്നത്. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആവശ്യകതകൾ അനുസരിച്ചിട്ട് മാത്രം അവർക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. ആവശ്യത്തിൽ കൂടുതൽ സെക്യൂരിറ്റി പേഴ്സൺസുകളെ നമ്മൾ നിർത്തുക. പിന്നെന്താണ്, പ്രത്യേകിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സുകളുടെ ഹാൻഡ്ലിങ് സീനിയർ ഒഫീഷ്യൽസിന്റെ കീഴിലായിരിക്കണം നടത്തേണ്ടത്. സ്പെഷ്യൽ അഭ്യർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സുകൾ സപ്ലൈ ചെയ്യുള്ളൂ. മാത്രമല്ല എന്താണ്, എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സർപ്രൈസ് വെരിഫിക്കേഷനും കൃത്യമായിട്ടുള്ള റുട്ടീൻ ഓഡിറ്റ്സും ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് പലതരത്തിലുള്ള ഹോസ്പിറ്റലിലെ മോഷണങ്ങളും പല ക്രമക്കേടുകളൊക്കെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ തീർന്നു കേട്ടോ. ഓക്കെ, ടീച്ചറിന് പാർട്ട് 3 എടുക്കാനുള്ള മൊഡ്യൂൾ 3 എടുക്കാനുള്ള ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി 2 ചാപ്റ്ററും കൂടി എനിക്കുള്ളൂ. ലോണ്ടറി ആൻഡ് ലിനൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്, ആ ഒരു ചാപ്റ്റർ കൂടിയാണുള്ളത് കേട്ടോ. ഫസ്റ്റ് ലോണ്ടറി എടുക്കുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻ സിസ്റ്റം എടുക്കാം. കുറച്ച് ലെങ്തി ആണ്, പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല ചാപ്റ്റേഴ്സ് ആണ്. ഇതിന്റെ അത്രയൊന്നും ഒരു ബോറില്ല കേട്ടോ. ഒന്ന് എടുക്കട്ടെ കേട്ടോ, വെയിറ്റ് ചെയ്യണേ.
PDF കാണാമോ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പറയുന്നുള്ളൂ കേട്ടോ. കാണുന്നുണ്ടോ PDF? ഉണ്ടോ? Chapter 2 Laundry and Linen Services. കാണുന്നില്ലേ? ഒരു മിനിറ്റ് നോക്കട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ എന്നാ. ഇപ്പോഴും കാണുന്നില്ല? PDF ഇപ്പോഴും കാണുന്നില്ല? ഇല്ല. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ? എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ? ഫയൽ ഫോൾഡർ ആണ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, മറ്റത് ഓപ്പൺ ആവുന്നില്ല. ഓക്കെ, ടെക്സ്റ്റ് നോക്കുക കേട്ടോ നിങ്ങള്. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഷെയർ ചെയ്യാൻ പറ്റുന്നു. Laundry and Linen Services. എന്താണ് laundry and linen services എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ ക്ലോത്തിങ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഏത് തരം മെറ്റീരിയൽസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണ് ഏത് തരം മെറ്റീരിയൽസ്, ഏത് തരം തുണിത്തരങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമ്മള് ഏത് കാറ്റഗറി ഓഫ് ലിനൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്? കോട്ടൺ. യെസ്, വെരി ഗുഡ്. ഓക്കെ, യെസ്, കുറച്ചും കൂടി നോക്കാം. In the present day hospitals, the laundry and linen services are one of the most important supportive services. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളെ പോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സർവീസസ് ആണ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Laundry department and hospitals are responsible for maintaining neatness of linen, staff uniform, lab coats, and tailoring services to meet the needs of patients and staff. ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളുടെ നീറ്റ്നെസ് കൈകാര്യം ചെയ്യാനാണ്. പ്രത്യേകിച്ച് സ്റ്റാഫുകളുടെ യൂണിഫോംസ്, ലാബ് കോട്സുകള്, മറ്റു തരം മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്താണ്, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ഒക്കെ തുണിത്തരങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവർക്ക് നീറ്റ്നെസ്സോടുകൂടി അല്ലെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടും ഹൈജീനിക് ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന ഡ്യൂട്ടിയാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. The hospital laundry with the linen which got stained from various body fluids. So, hospital linens എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പലതരത്തിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള മെറ്റീരിയൽസുമായിട്ട് ഇടപെടുന്നുണ്ട് അല്ലെ. ബ്ലഡ് ഉണ്ട്, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, യൂറിൻ ഉണ്ട്, ഫീസസ് ഉണ്ട്. ഇവയെ മൂലം എന്താണ് ഈ തുണിത്തരങ്ങൾക്കെല്ലാം തന്നെ എന്ത് സംഭവിക്കാം? ഇതിന്റെയൊക്കെ കളയാകാൻ, ഇത് സ്റ്റെയിൻഡ് ആവാനായിട്ട് കാരണമാണ് അല്ലെ. അതായത് ഇത്തരം മെറ്റീരിയൽസ് മൂലം ബ്ലഡ് മുതൽ അല്ലെങ്കിൽ ഫീസസ് വരെയുള്ള മെറ്റീരിയൽസ് വരെ എന്താണ് ഇത്തരം തുണിത്തരങ്ങളില് പലതരത്തിലുള്ള കറകളോ അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള കാരണമാണ്. Then this type of linens need to be cleansed and serviced before they are being put into the washing machine as they are carefully and delicately handled. അപ്പൊ നമ്മള് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിലെല്ലാം തന്നെ പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് തിരിച്ച് അല്ലെ, അത് പിന്നീട് നമ്മളത് കഴുകി തന്നെ യൂസ് ചെയ്യുന്നത് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ തുണിത്തരങ്ങള് ഏറ്റവും മോശമായവ മാത്രമേ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ, ഡിസ്പോസ് ചെയ്യുള്ളൂ. അല്ലാതെ എന്താണ് നമ്മൾ കൃത്യമായ രീതിയിൽ അത് ക്ലീൻ ചെയ്യല്ലേ. പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ കോട്ട്സുകൾ അല്ലെങ്കിൽ കോട്ടൺസ്
പില്ലോസ്, ഇതൊക്കെ എന്താണ് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ടായിരിക്കുള്ളൂ. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ അത് നമ്മൾ പിന്നീടുള്ള വരുന്ന പേഷ്യൻസിന് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. Reliable laundry services is of the greatest importance to the hospital. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം laundry services അല്ലെങ്കിൽ ലിനൻ സർവീസസ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. കാരണം എന്താണ്, ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷന് വരെ ബാധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എന്ത്, മോശമായിട്ടുള്ള തുണിത്തരങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന് ഒരു പേഷ്യൻസും അറ്റൻഡ് ചെയ്യില്ല അല്ലെ. അപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സർവീസസ് ആണ് laundry and linen services എന്ന് പറയുന്നത്. ഓക്കെ, then the linen and laundry services should provide safe, clean, ample and timely supply of linen to user units of a hospital at right time, right place, right quantity and right price. So ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണ്, വളരെ സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടും ആംബിൾ എന്ന് വെച്ചാൽ ധാരാളം അല്ലെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ, ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങള് കൃത്യസമയത്ത്, കൃത്യ പ്ലേസില്, കൃത്യ ക്വാണ്ടിറ്റിയില്, കൃത്യ പ്രൈസിൽ വിതരണം ചെയ്യുക എന്നതാണ് എന്ത്, ലൗണ്ടറി സർവീസസിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സേഫ് ആയതും ക്ലീൻ ആയതും അതേപോലെ തന്നെ എന്താണ്, എല്ലാ തരത്തിലും വളരെ എന്താ പറയാ, വളരെ ഹൈജീനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൃത്യ ടൈമില് കൃത്യമായിട്ടുള്ള പ്രൈസിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കിയിട്ട് പോരണേ, എളുപ്പമാണ് ഈ ഒരു ചാപ്റ്റർ. ഇവിടെ വരെ ഈ സെക്കൻഡ് പോയിന്റ് വരെ പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഭാഗത്ത്. ഓക്കെ, യെസ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.